ഇനി വയനാട് ലോക്സഭാ മണ്ഡലത്തിലേക്ക് പോകുമ്പോൾ മൂന്നിടങ്ങളിലായാണ് വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളത്. വയനാട് മണ്ഡല രൂപീകരണത്തിന് ശേഷം ഏറ്റവും കുറഞ്ഞ പോളിംഗ് ആണ് ഈ ഉപതെരഞ്ഞെടുപ്പിൽ രേഖപ്പെടുത്തിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കുറഞ്ഞ പോളിംഗ് ആർക്ക് ഗുണം ചെയ്തു എന്ന കണക്കുകൂട്ടലിലായിരുന്നു വയനാട്ടിലെ മുന്നണികൾ ഇക്കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ഉണ്ടായിരുന്നത്. അനൂപ് കെയർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. വയനാട് ലോക്സഭാ മണ്ഡലം ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ക്രമീകരണങ്ങളും പൂർത്തിയായി 3 കേന്ദ്രങ്ങളിലായാണ് വോട്ടെണ്ണൽ നടക്കുക. അത് കൽപ്പറ്റ SKMJ സ്കൂളിലും ഒപ്പം മലപ്പുറം ജില്ലയിലെ വയനാട് ലോക്സഭാ മണ്ഡലത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുന്ന വണ്ടൂർ, ഏറനാട്, നിലമ്പൂർ മണ്ഡലങ്ങളിൽ അമൽ കോളേജിലും അതോടൊപ്പം തിരുവമ്പാടി നിയോജക മണ്ഡലത്തിലെ വോട്ടെണ്ണൽ കൂടത്തെ സെന്റ് മേരീസ് കോളേജിലുമാണ് നടക്കുക. അത് കഴിഞ്ഞ തവണ അതുപോലെ തന്നെയായിരുന്നു. അത് ഇത്തവണയും ക്രമീകരണങ്ങൾ തന്നെയാണ് ആ വിധത്തിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. മാനന്തവാടി നിയോജക മണ്ഡലത്തിലേത് SKMJ ജൂബിലി ഹാളിലും കൽപ്പറ്റ നിയോജക മണ്ഡലത്തിലെ വോട്ടെണ്ണൽ SKMJ സ്കൂളിലും അതുപോലെ തന്നെ മാനന്തവാടി നിയോജക മണ്ഡലത്തിലെ വോട്ടെണ്ണൽ SDM കോളേജ് SDM LP സ്കൂളിലുമായിട്ടാണ് വയനാട്ടിലെ ക്രമീകരണങ്ങൾ സജ്ജീകരിച്ചിരിക്കുന്നത്. ഈ വിധത്തിൽ മറ്റിടങ്ങളിലും വോട്ടെണ്ണൽ നടക്കും. 8 മണിയോടുകൂടി തന്നെ വോട്ടെണ്ണൽ ആരംഭിക്കും. 8 മണിക്ക് പോസ്റ്റൽ വോട്ടുകളാണ് ആദ്യം എടുത്തുള്ളത്. അതും SKMJ സ്കൂളിലാണ് അതിനു വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. അതിന് പ്രത്യേകമായ ഒരു സംവിധാനമാണ് ഈ പോസ്റ്റൽ വോട്ടുകളാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. ആദ്യം 8 മണിയോടുകൂടി തന്നെ പോസ്റ്റൽ വോട്ടുകൾ എണ്ണും. പിന്നീട് 8:30-കൂടിയാണ് ഈ വിധത്തിൽ ഇലക്ട്രിക് വോട്ടിംഗ് മെഷീനിലെ വോട്ടുകൾ എണ്ണി തുടങ്ങുക. ഏതാണ്ട് 9 മണിയോടുകൂടി ഈ ഫലങ്ങൾ സംബന്ധിച്ചുള്ള ആദ്യ സൂചനകൾ പുറത്തുവരും. ഏതായാലും വലിയ വിപുലമായ പ്രചാരണമാണ് വയനാട്ടിൽ വിവിധ മുന്നണികൾ നടത്തിയത്. പ്രിയങ്ക ഗാന്ധിയുടെ വരവോടുകൂടി വീണ്ടും ദേശീയ പ്രാധാന്യത്തിലേക്ക് വന്ന വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ആ വിധത്തിലുള്ള പ്രചാരണം UDF നടത്തിയിരുന്നു. UDFന്റെ മുൻനിര നേതാക്കളെല്ലാം എത്തിയാണ് പ്രചാരണം വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിക്ക് വേണ്ടി നടത്തിയത്. അതോടൊപ്പം ശക്തമായ ഒരു പ്രചാരണം LDFും കാഴ്ചവെച്ചു. വിവിധ രാഷ്ട്രീയ വിഷയങ്ങൾ ഉയർത്തിയുള്ള പ്രചാരണം LDFന് ഗുണം ചെയ്തു എന്നാണ് LDF കേന്ദ്രങ്ങൾ വിശ്വസിക്കുന്നത്. അതാണ് LDFന്റെ ആത്മവിശ്വാസം. എന്നാൽ പ്രിയങ്ക ഗാന്ധിയെ കൊണ്ടുവന്ന് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന ഒരു വാദത്തോടു കൂടി പ്രചാരണം നടത്തിയ UDFന് അവരുടെ കേന്ദ്രങ്ങളിൽ പോലും വോട്ട് ശതമാനം കുറഞ്ഞത് വലിയ തിരിച്ചടിയായാണ് കണക്കാക്കുന്നത്. ഏതായാലും അതെല്ലാം ഈ ഫലത്തെ സംബന്ധിച്ചുള്ള ഈ കണക്കുകൂട്ടലുകളെ അതിസങ്കീർണമാക്കിയിട്ടുണ്ട് എന്ന് വേണം പറയാൻ. ഏതായാലും UDFന് അത് വലിയ തിരിച്ചടിയാണ്. UDFന്റെ വലിയ മുൻനിര നേതാക്കൾ, ദേശീയ നേതാക്കളെല്ലാമാണ് വയനാട്ടിലേക്ക് എത്തി വലിയ പ്രചാരണങ്ങൾ നടത്തിയത്. എന്നാൽ വിവിധ ഇത്തരത്തിൽ പോളിംഗ് ശതമാനം രാഹുൽ ഗാന്ധി ഏറ്റവും കൂടുതൽ മത്സരിച്ചതിനേക്കാൾ 8% കുറഞ്ഞത് ആ വിധത്തിൽ അവർക്ക് തിരിച്ചടിയായാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. ഏതായാലും ആ വിധത്തിൽ മുന്നണികൾ അവസാനവട്ട മണിക്കൂറുകളിലെ കണക്കുകൂട്ടലുകളാണ് ഇപ്പോഴും. LDF ഉയർത്തുന്ന പ്രധാന കാര്യം ഇതുമായി ബന്ധപ്പെട്ട് LDF കേന്ദ്രങ്ങളെല്ലാം തന്നെ വോട്ടിംഗ് കൃത്യമായി നടന്നു എന്നുള്ളതാണ്. LDF ഉയർത്തിയ രാഷ്ട്രീയ വിഷയങ്ങളോട് ക്രിയാത്മകമായ പ്രതികരണമാണ് മണ്ഡലത്തിൽ പൊതുവിലുണ്ടായത്. അതോടൊപ്പം LDF ഉയർത്തിയ വിഷയങ്ങൾ, പ്രചാരണത്തിൽ എത്തിയ വിഷയങ്ങൾ ജനങ്ങളെ ഏറ്റെടുക്കുകയും ചെയ്തു എന്നാണ് LDF പറയുന്നത്. ആ വിധത്തിൽ LDFന് ഒരു ആത്മവിശ്വാസം നൽകുന്ന ഘടകങ്ങൾ ഒട്ടേറെയുണ്ടെന്ന് LDF പറയുന്നു. എന്നാൽ വലിയ ഭൂരിപക്ഷത്തോടുകൂടി പ്രിയങ്ക ഗാന്ധി വിജയിക്കും എന്നാണ് UDF പറയുന്നത്. NDA വോട്ടിംഗ് ശതമാനം ഉയർത്താൻ സാധിക്കും എന്നത് ഒരു വിശ്വാസത്തിലാണ് നവ്യ ഹരിദാസ് ഇവിടെ മത്സരിച്ചത്. ഏതായാലും നവ്യ ഹരിദാസ് NDA ക്യാമ്പും വലിയ ആത്മവിശ്വാസത്തിലാണ് ഏറ്റവും ഒടുവിൽ ഉള്ളത്. ഏതായാലും വോട്ടിംഗ് ശതമാനം കുറഞ്ഞത് തന്നെ വയനാട്ടിലെ ഈ ഭൂരിപക്ഷത്തെ സംബന്ധിച്ചും അതോടൊപ്പം തന്നെ ഈ വിധത്തിൽ മുന്നണികൾക്ക് ലഭിക്കുന്ന വോട്ട് വിഹിതത്തെ സംബന്ധിച്ചും എല്ലാം വലിയ കണക്കുകൂട്ടലുകൾ സാധ്യമാക്കിയിട്ടുണ്ട്. ഏതായാലും അത് ഒടുവിൽ അവസാന മണിക്കൂറുകളിലേക്ക് ഏതായാലും ആ പ്രതീക്ഷകൾ കടക്കുകയാണ് നാളെ. ശരി, അനൂപ് കെയറാണ് വിവരങ്ങൾ നൽകിയത്. അനൂപ് പറഞ്ഞതുപോലെ പ്രിയങ്ക ഗാന്ധിയുടെ ആദ്യ തെരഞ്ഞെടുപ്പിനെ വലിയ തരത്തിൽ ജനങ്ങൾ വരവേൽക്കുമെന്ന് കരുതിയിരുന്നെങ്കിലും പക്ഷേ പോളിംഗ് ശതമാനത്തിൽ ആ ആവേശം കണ്ടില്ല. എന്തായാലും നാളെ ഫലപ്രഖ്യാപനം വരുമ്പോൾ അതെങ്ങനെയാകും എന്നുള്ളത് കാത്തിരിക്കുകയാണ്.